മാധവേട്ടാ, അവൻ വിളിച്ചില്ലല്ലോ. ഇന്നലെയും വിളിച്ചില്ല. എന്തെങ്കിലും തിരക്കിലായിരിക്കും. നീ ഈ മരുന്ന് കഴിക്ക്. മതിയായി എനിക്ക്, വായൊക്കെ മരവിച്ചതുപോലെ. എത്രയെന്ന് വെച്ചാൽ ഈ കിടപ്പ് കിടക്കുന്നത്? രവിയേട്ടന്റെ ഒപ്പം പോയാൽ മതിയായിരുന്നു. എന്നാൽ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നിർത്ത് നന്ദിനി, എന്തും പറയാമെന്നായോ? ദേ, ഈ മരുന്ന് കഴിക്കും. തന്റെ പെങ്ങൾക്ക് മരുന്ന് കൊടുക്കുകയാണ് മാധവൻ. തനിക്ക് ആകെയുള്ളൊരു കൂടപ്പറപ്പ്. ഒരു ആക്സിഡന്റിൽ തളർന്നു പോയതാണ് നന്ദിനി. ലോകത്തിന്റെ പല കോണിൽ പോയി ചികിത്സിച്ചു. ശബ്ദം തിരിച്ചു കിട്ടി. എല്ലാവരെയും അറിയാൻ തുടങ്ങി എന്നല്ലാതെ മറ്റൊരു മാറ്റവുമില്ല. ഇടയ്ക്ക് കൈയും കാലും അനക്കും. പെങ്ങൾക്ക് വയ്യായികയായതിനു ശേഷം മാധവനും കുടുംബവും പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. മാധവന്റെ ഭാര്യ മീനാക്ഷിയും മകൾ പൂജയും ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയാണ്. ഹോം നഴ്സ് ഉണ്ടെങ്കിലും നന്ദിനിക്ക് ഏട്ടനും കുടുംബവും തന്റെ കാര്യം നോക്കുന്നതാണ് ഇഷ്ടം. അവർക്ക് അതിലൊരു പരാതിയുമില്ല. ആരുമില്ലാത്തപ്പോൾ മാത്രമാണ് മാധവൻ നന്ദിനിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതിൽ ആ ഏട്ടന് അഭിമാനമേയുള്ളൂ. അവനെ ഒന്ന് വിളിച്ചു നോക്കുമോ? മരുന്ന് കഴിച്ചതിന് ശേഷം നന്ദിനി ഏട്ടനെ നോക്കി. എന്നും വീഡിയോ കോളിൽ ഹർഷൻ വരുന്നതാണ്. 2 ദിവസമായി വിളിക്കാത്തതിലുള്ള പരിഭവം നന്ദിനിക്കുണ്ട്. അതുമാത്രമല്ല, അന്ന് ആക്സിഡന്റ് നടന്നതിന് ശേഷം എന്തിനും നന്ദിനിക്ക് പേടിയാണ്. നന്ദിനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ഹർഷൻ മാത്രമേ ഉള്ളൂ. അവൻ തിരക്കിലായിരിക്കും. ഇക്കണ്ട സ്വത്തുക്കളും ബിസിനസ്സും എല്ലാം അവൻ ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ടേ? വിളിക്കും. നന്ദിനിയെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം മാധവൻ പറഞ്ഞു. എനിക്കെന്തോ ഏട്ടാ, അന്ന് ആ ആക്സിഡന്റ് നടന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ? ഹർഷന്റെ സ്വഭാവം ഇങ്ങനെ മാറുകയുമില്ലായിരുന്നു. എൻ്റെ മകൻ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായി? നന്ദിനി, ഞാൻ പറഞ്ഞു പഴയ കാര്യങ്ങളൊന്നും പൊടി തട്ടിയെടുക്കേണ്ട എന്ന്. വർഷം 4 കഴിഞ്ഞിരിക്കുന്നു. പിന്നെയും എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നന്ദിനിയുടെ വിഷമം മനസ്സിലാകുന്നുണ്ടെങ്കിലും നന്ദിനിയുടെ ആരോഗ്യത്തിന് അത് നന്നല്ല എന്ന് കണ്ട് മാധവൻ നന്ദിനിയെ ശകാരിച്ചു. മറക്കാൻ കഴിയുമോ ഏട്ടാ? രവിയേട്ടന്റെ കൂടെ എൻ്റെ മോളും ആ അമ്മ മനം തേങ്ങി. ഞാൻ ഹർഷനെ വിളിച്ചു നോക്കാം. ഇനിയും നന്ദിനി ഓരോ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ അവളുടെ ആരോഗ്യനില വഷളാകും എന്ന് കണ്ട മാധവൻ വേഗം ഫോണുമെടുത്ത് പുറത്തേക്ക് പോയി. ഹർഷനെ കണ്ട് സംസാരിച്ചാൽ നന്ദിനിയുടെ ഇപ്പോഴത്തെ സങ്കടമൊക്കെ മാറുമെന്ന് മാധവൻ അറിയാം. പക്ഷേ ഇന്നലെ തൊട്ട് താനും ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ ഫോൺ ഫുൾ ടൈം ബിസിയാണ് പറയുന്നത്. പ്രതീക്ഷ എന്ന പോലെ മാധവൻ വീണ്ടും ഹർഷന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. എന്നാൽ ബിസി തന്നെയാണ് പറയുന്നത്. ഫോൺ കട്ട് ചെയ്ത് മാധവൻ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന തൻ്റെ പെങ്ങളെ നോക്കി പുറത്തേക്ക് നടന്നു. മേഡം, ഈ റൂമിൻ്റെ അടുത്ത് എത്തിയതും യുവാക്കളിൽ ഒരാൾ ഡോറിന് നേരെ വിരൽ ചൂണ്ടി. അവൾ അവരെ നോക്കിക്കൊണ്ട് കയ്യിലുള്ള ഡോറിൻ്റെ കീ ലോക്കിലേക്ക് തിരിച്ചു ഡോർ തുറന്നു. നാളെ രാവിലെ ചെന്നൈക്ക് പോകാം. ബോസ് അവിടെയാണുള്ളത്. അവൾ ഒന്നും മറുപടി നൽകിയില്ല. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം റൂമിലേക്ക് കയറി ഡോർ അടച്ചു. അല്ലെങ്കിലും അവൾ എന്തു പറയാൻ? അനുസരിക്കാൻ ബാധ്യതയുള്ളവളല്ലേ? അവൾ റൂമിൽ കയറിയതും നേരെ ഓപ്പോസിറ്റുള്ള റൂമിലേക്ക് ആ 2 യുവാക്കളും കയറി. യെസ് ബോസ്, രാവിലെ പുറപ്പെടും. 11 o'clock അപ്പാർട്ട്മെന്റിലെത്തും. ഓക്കെ ബോസ്. റൂമിൽ കയറിയതും ആ യുവാക്കൾക്ക് ബോസിന്റെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു. ബോസ് ചോദിച്ചതിന് മറുപടി നൽകി അവർ ഫ്രഷ് ആകാൻ പോയി. ഇതേ സമയം ഇനി തൻ്റെ ജീവിതം എന്തെന്നറിയാതെ അവൾ ബെഡിൽ തന്നെ ഇരുന്നു. തൻ്റെ അമ്മയെ കാണാൻ അവൾക്ക് ആഗ്രഹം തോന്നി. തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് ഒന്നിലും കുറ്റബോധം തോന്നിയില്ല. അമ്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും ആ മകൾ ഒരുക്കമായിരുന്നു. പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ താൻ എത്താൻ പോകുന്നത് ഒരു സിംഹത്തിൻ്റെ കയ്യിലേക്കാണെന്ന്. ഒന്നും വേണ്ടായിരുന്നു എന്ന് പോലും അവൾ ചിന്തിക്കുമെന്നും. അമ്മയുടെ കൂടെ താനും പോയാൽ മതിയായിരുന്നുവെന്നും. ഇനിയുള്ള ജീവിതം എന്തെന്നറിയാതെ അവൾ ഫ്രഷ് ആവുക പോലും ചെയ്യാതെ ആ ബെഡിലേക്ക് വീണു. നോ മോർ എക്സ്പ്ലനേഷൻ. ഈ ഫയലിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് രാത്രിക്കുള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പറയണ്ടല്ലോ ഈ ഹർഷൻ ആരാണെന്ന്. കയ്യിലുള്ള ഫയൽ മാനേജറുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ണുകളിൽ കാണാം. ചുവപ്പ് രാശി പടർന്നിട്ടുണ്ട്. ഞരമ്പുകളെല്ലാം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. തൻ്റെ മുന്നിലുള്ള ആളെ ദഹിപ്പിച്ചു ഇല്ലാതാക്കാൻ പോലും അവന് കഴിയുന്നത് പോലെയാണ് അവൻ്റെ കോപം. സാർ പ്ലീസ്. താഴെ വീണ് കിടക്കുന്ന ഫയൽ എടുത്ത് മാനേജർ ഒരു അവസരത്തിനായി അവനോട് വീണ്ടും കെഞ്ചി. അയാളുടെ നിസ്സഹായത അയാളുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. അറിയാതെ പറ്റിപ്പോയ ഒരു കൈപ്പിഴ. തൻ്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്താലും അത് നികത്താൻ കഴിയില്ലെന്നും അയാൾക്കറിയാം. തനിക്ക് പോകാം. ക്രൂരഭാവത്തോടെ അവൻ്റെ സംസാരം. ഇനിയും സാറിനോട് സംസാരിക്കുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് കണ്ട് മാനേജർ അവിടെ നിന്നും പോയി. ഡാമിറ്റ്, ഈ യൂസ്ലെസ് കാരണം എത്ര കോടിയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അവൻ്റെ കോപം മുഴുവൻ ക്യാബിനിൽ ഇടിച്ചവൻ തീർത്തു. ഒപ്പം തൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജ് അവൻ നോക്കാനും തുടങ്ങി. അഭിനയ, വയസ്സ് 20, കൂടെ ഒരു ഫോട്ടോയും. പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൻ ഫോൺ ഓഫ് ചെയ്ത് വീണ്ടും പോക്കറ്റിലേക്ക് വെച്ചു.
ഒപ്പം ഓഫീസ് റൂമിലുള്ള ക്യാബിൻ തുറന്ന് വോൾക്കയുടെ ഓട് ബോട്ടിലെടുത്ത് ഒറ്റ വലിക്ക് കുടിക്കാനും തുടങ്ങി. 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സ്വന്തം മാനം വിൽക്കാൻ വേണ്ടി വന്നവൾ. അവളെ ഓർത്തപ്പോൾ അവന് പുച്ഛം തോന്നി. എന്നാൽ അവൻ അറിയുന്നില്ലല്ലോ, അവളുടെ പ്രാണനായ അമ്മയേക്കാൾ വലുത് ഒന്നുമല്ല അവൾക്ക് അവളുടെ മാനമെന്ന്. വാതിലിന് തുടർച്ചയായുള്ള തട്ടൽ കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. മനസ്സിൽ ഭാരമേറിയ ചിന്തകളോടെ കിടന്നതുകൊണ്ട് അവൾക്ക് ഒന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴും വാതിൽ തട്ടുന്ന ശബ്ദം കൂടിക്കൊണ്ടേയിരുന്നു. മുഖമൊന്ന് അമർത്തി തുടച്ച് ഷോളൊന്ന് നേരെയാക്കി അവൾ പോയി വാതിൽ തുറന്നു. എത്ര നേരമായി വിളിക്കുന്നു? റെഡി ആയിക്കോളൂ, ഇന്ന് തന്നെ ചെന്നൈക്ക് പോകണം. നേരത്തെ കൂടെയുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാൾ വന്ന് ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. അതേപോലെ വാതിലടച്ചു. കുറച്ചു നേരം വാതിലിന് ചാരി നിന്നു. തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന് അറിയാതെ ചിന്തയിലേക്ക് വീണ്ടും കടന്നപ്പോഴാണ് യുവാവ് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. ചെന്നൈക്ക് ഇപ്പോൾ തന്നെ പോകണമെന്ന്. പിന്നെ അവൾ ഒട്ടും നിന്നില്ല. വേഗം തൻ്റെ കുഞ്ഞു ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. വീണ്ടും വാതിലിന് മുട്ട് കേട്ടാണ് അവൾ വാതിൽ തുറന്നത്. റെഡിയായോ? അവൾ മൂളിയതേയുള്ളൂ. എന്നാൽ ഇറങ്ങാം, ഫ്ലൈറ്റിന് സമയമായി. ഗൗരവത്തോടെയുള്ള വാക്കുകൾ. എന്നാൽ ഫ്ലൈറ്റിനാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവളിൽ പരിഭ്രമമായി. ആദ്യമായാണ് താൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ഫ്ലൈറ്റിൽ പോയിട്ട് ഒരു ട്രെയിനിൽ പോലും ഇതുവരെ കയറിയിട്ടില്ല. അതിൻ്റെ ഭയം അവളിലേക്ക് കടന്നു വന്നു. നോക്കി നിൽക്കാതെ പോയി എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ടു വാ. വീണ്ടും കർക്കശമായ വാക്ക് അവളിലേക്ക് പ്രഹരിച്ചതും വേഗം തന്നെ അവൾ റൂമിൽ പോയി അവളുടെ കുഞ്ഞു ബാഗ് കയ്യിലേക്കെടുത്ത് അയാളുടെ അടുത്തേക്ക് വന്നു. എല്ലാം എടുത്തോ? വാ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നിൽ നടന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് യുവാക്കളിൽ ഒരാൾ മാത്രമേയുള്ളൂ. മറ്റേയാൾ എവിടെ പോയി? അല്ലെങ്കിലും താനെന്തിന് അതൊക്കെ ചിന്തിക്കണം? ഒരു പാവയെപ്പോലെ എല്ലാം അനുസരിക്കുക, അതുമാത്രമാണ് തൻ്റെ ജോലി. സ്വയം അവൾക്ക് പുച്ഛം തോന്നി. ഇനി തൻ്റെ ആഗ്രഹങ്ങൾ പോലും മറ്റുള്ളവരുടേതാണല്ലോ എന്നോർത്തപ്പോൾ. ഇനി തനിക്ക് ഒരു വർഷത്തേക്ക് ഒന്നും ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലല്ലോ എന്നോർത്തപ്പോൾ. പുതിയ ജീവിതം, പുതിയ മനുഷ്യർ, പുതിയ പദവി, പുതിയ സ്ഥലം, എല്ലാം തനിക്ക് പുതുമയുള്ളത്. അപ്പോൾ പുതിയൊരു മനസ്സും കൂടി താനായി ഉണ്ടാക്കണം. യാത്രയിലുടനീളം അവൾ ഓരോന്ന് മനസ്സിൽ കണക്കുകൂട്ടി. ഒരു വർഷത്തേക്ക് അഭിനയ ഇല്ല. അഭിനയുടെ മനസ്സും മരവിക്കും. പുതിയ ജോലി എത്ര രസകരമാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സ്വയം വേദനയുള്ളൊരു പുഞ്ചിരി ചുണ്ടിലൂറി. എയർപോർട്ടിലേക്ക് എത്തിയതും അവളുടെ നെഞ്ചിടിപ്പേറി. കൂടെയുള്ള ആളോ ബോഡിഗാർഡിനെ പോലെ മുന്നിൽ നടക്കുന്നുണ്ട്. ഒന്നും സംസാരിക്കാനോ ചോദിക്കാനോ കഴിയില്ല. കൂടെ നടക്കുക, അത്രമാത്രം. തനിച്ചായി പോയതിൻ്റെ വേദന അവളിലിപ്പോൾ നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട്. നാട്ടുമ്പുറം വിട്ട് പുറത്തേക്ക് വരാത്തതിനുള്ള ബുദ്ധിമുട്ടും അവൾ അറിയുന്നുണ്ട്. ഒരാളെ ഫേസ് ചെയ്യാൻ പോലും അവൾക്ക് അറിയുന്നില്ല. ബോസ്? തൻ്റെ കൂടെ വന്നയാൾ പെട്ടെന്നാണ് തങ്ങൾക്ക് മുന്നിലായി നിൽക്കുന്ന ആളെ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചത്. അതുവരെ തന്നോട് ക്രൂരമായി സംസാരിച്ചിരുന്നയാൾ ഇത്ര വിനയത്തോടെ സംസാരിക്കാൻ ഇതാരാണെന്ന് അഭിനയ്ക്ക് സംശയമായി. എന്നാൽ പെടുന്നനെയാണ് അയാൾ ബോസ് എന്ന് സംബോധന ചെയ്തത് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതുവരെ തോന്നാത്ത വെപ്രാളം പെണ്ണിന് പെട്ടെന്ന് തോന്നുകയും ചെയ്തു. ഇയാളാണോ ബോസ്? അവൾ മൊത്തത്തിൽ അവനെ നോക്കി. 6 അടി ഉയരവും അതിനൊത്ത വണ്ണവും, ബ്ലാക്ക് ഫുൾ കൈ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷൂസും അതിനൊത്ത ലെൻസും, കട്ടത്താടിയും, ആകെ മൊത്തം ഒരു ഭയപ്പെടുത്തുന്ന രൂപം. ഇനി താൻ പൊയ്ക്കോളൂ, അഭിയിലേക്ക് നോട്ടമെഴുതിക്കൊണ്ട് കൂടെ വന്ന യുവാവിനോട് അവൻ പറഞ്ഞു. യെസ് ബോസ്. മറ്റൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് നീങ്ങി. ഇതേ സമയം ഇനി എന്തെന്നറിയാതെ അഭി ഉഴറി. ഡി, സ്വപ്നം കണ്ട് നിൽക്കാതെ വാടി. അവൻ്റെ കാഠിന്യമായ ശബ്ദം പെണ്ണിനെ ഭയത്തിലാഴ്ത്തി. മറ്റൊന്നും പറയാതെ തൻ്റെ മുന്നിലൂടെ അവൻ നടന്നുപോയതും അവന് പിറകെയായി അവളും തൻ്റെ കുഞ്ഞു ബാഗ് മാറോടണക്കി പിടിച്ചു നടന്നു. ആ പാവം പെണ്ണിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ ചെന്നായുടെ കൂടെയാണ് ഇനി തൻ്റെ ജീവിതമെന്ന്. ഇയാളുടെ ക്രൂരഭാവത്തിന് താൻ ഒരുപാട് അനുഭവിക്കുമെന്ന്. പുതിയ ലോകത്തേക്ക് അവൾ യാത്രയാവുകയാണ്. അവൾക്ക് പരിചിതമില്ലാത്ത ലോകത്തേക്ക്, ദേഷ്യവും വാശിയും നിറഞ്ഞ ലോകത്തേക്ക്, ആരെ വിശ്വസിക്കണം എന്നറിയാത്ത ലോകത്തേക്ക്, വേദനയുള്ള ലോകത്തേക്ക്, താലിച്ചരടിൻ്റെ അറ്റത്ത് തൻ്റെ ജീവിതവും കുടുങ്ങും എന്നറിയാതെ ലോകത്തേക്ക് അവൾ അവൻ്റെ കൂടെ യാത്രയാവുകയാണ്. വേണ്ടായിരുന്നു രാമേട്ട, കുട്ടിയെ വിടണ്ടായിരുന്നു. എന്താ ഏതാ ഒന്നും അറിയാതെ. സാവിത്രി കണ്ണു തുറന്നാൽ മോളെ അന്വേഷിച്ചാൽ നമ്മൾ എന്തു പറയും? ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായി പാറുവമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അഭിയെ കാണാത്തതുകൊണ്ട് മാമയോട് അന്വേഷിച്ചപ്പോൾ മാമ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പാറുവമ്മയെ ധരിപ്പിച്ചു. കുട്ടിയോട് ഞാൻ പറഞ്ഞതാ, എനിക്കും നല്ല ഭയമുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കുന്നതിന് മുമ്പ് കുട്ടി സമ്മതം പറഞ്ഞു. അഭിക്ക് ഇപ്പോൾ ആവശ്യം പണമായിരുന്നു.
അതിനുവേണ്ടി അവൾ ഏത് തലം വരെ പോകുമെന്നും എനിക്കറിയാം. പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ നിന്നില്ല. നിനക്കറിയാവുന്നതല്ലേ അവൾക്ക് അമ്മയോടുള്ള സ്നേഹം. ഒരുപക്ഷെ അവളുടെ അമ്മ ഇല്ലാതായാൽ അവളും കൂടെ പോകും. എനിക്കെന്തോ ഇതൊക്കെ കേട്ടിട്ട് ഭയമാകുന്നു രാമേട്ട. എൻ്റെ കുട്ടി പാവം ഈ ചെറുപ്രായത്തിൽ ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കുന്നത്. അതും ഒരു പെൺകുട്ടിയല്ലേ. പാറൂമ്മ തൻ്റെ പരിഭവം ഓരോന്നായി പറയാൻ തുടങ്ങി. എല്ലാം കേട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ മാമ പാറൂമ്മയെയും ചേർത്ത് പിടിച്ച് ഐസുവിൻ്റെ മുന്നിലായിരുന്നു. ആ രണ്ട് വൃദ്ധ മനസ്സുകളിലും ഒരേ പ്രാർത്ഥനയായിരുന്നു, അബിക്ക് ഒന്നും പറ്റല്ലേ ദൈവമേ എന്ന്. ഓരോ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഹർഷനും അബിയും. അബിക്ക് നല്ല ഭയമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആളെ പോലെയല്ല ഇയാൾ. താൻ എന്നൊരു വ്യക്തി കൂടെയുണ്ടെന്ന് പോലും നോക്കുന്നില്ല. അയാൾ പോകുന്ന വഴിയേ പോകുക, അത്രമാത്രം. ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറിയതും എന്തു ചെയ്യണമെന്ന് അറിയാതെ അവൾ പകപ്പോടെ ചുറ്റും നോക്കി. തൻ്റെ കൂടെയുള്ളയാൾ തന്നെ ശ്രദ്ധിക്കുന്നു പോലുമില്ല. എന്തു ചെയ്യണം എന്നറിയാതെ അവൾ ആകെ പതറി. ഡി, വായി നോക്കി നിൽക്കാതെ ഇവിടെ വന്നിരിക്ക്. പെട്ടെന്ന് അവൻ ചൂടായതും അവൾ വിറച്ചുകൊണ്ട് അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്, തങ്ങൾക്ക് പുറമെ ഈ ഫ്ലൈറ്റിൽ മറ്റാരുമില്ലെന്ന്. ടിവിയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് സീറ്റും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഹോ, ഇത് ഹെലികോപ്റ്റർ അല്ലേ? അപ്പോഴാണ് അവൾക്ക് കാര്യം കത്തിയത്. എത്ര വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നാട്ടുമ്പുറക്കാരി നാട്ടുമ്പുറം തന്നെ. സ്വയം അവൾ തലയിൽ തട്ടി. പെട്ടെന്നാണ് ഉയർന്ന ശബ്ദത്തോടുകൂടി ഹെലികോപ്റ്റർ ഉയരാൻ തുടങ്ങിയത്. അതും കൂടി ആയതും പെണ്ണ് ആകെ വിരണ്ടുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് കൈകൾ കൂപ്പി ദൈവത്തെ വിളിച്ചു. ഹെലികോപ്റ്റർ ഉയരുന്നതിനനുസരിച്ച് അവളുടെ നെഞ്ചിടിപ്പുമേറി. എന്നാൽ അവളുടെ പതർച്ചയും വെപ്രാളവും കണ്ട് കലിപൂണ്ട് നിൽക്കുകയാണ് ഹർഷൻ. ഈ സാധനത്തിനെയാണോ 1 വർഷം താൻ ചുമക്കേണ്ടത്? അവന് സ്വയം പുച്ഛം തോന്നി. അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ അറിഞ്ഞോ മാധവേട്ട? എവിടെ? അവൻ പിടിതരണ്ടേ? കല്യാണക്കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് നീ കാണുന്നില്ലേ? കൂട്ടത്തിൽ ഒരു പറച്ചിലും, എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തുമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, അവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പൂജമോളെ ആലോചിച്ചേനെ. അങ്ങനെ ഹർഷേട്ടൻ്റെ കയ്യിലേക്ക് എന്നെ പിടിച്ചു കൊടുക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട. എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. ചിറ്റയുടെയും അച്ഛൻ്റെയും സംസാരം കേട്ട് റൂമിലേക്ക് വന്നതാണ് പൂജ. ഒപ്പം കയ്യിൽ ചിറ്റയ്ക്കുള്ള ഭക്ഷണവുമുണ്ട്. ആളൊരു സംസാരപ്രിയയാണ്. ഒരു പാവം, എന്നാൽ അത്യാവശ്യം കുരുത്തക്കേടും. വന്നോ എൻ്റെ വായാടി? പൂജയെ കണ്ടതും നന്ദിനിക്ക് സന്തോഷമായി. പൂജയുടെ സംസാരവും കുറുമ്പുമെല്ലാം നന്ദിനിക്ക് വളരെ ഇഷ്ടമാണ്. അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ലെന്നാണ് നന്ദിനിയുടെ വെപ്പ്. അതൊരു സത്യവും തന്നെ. പിന്നെ വരാതെ. സമയം എത്ര ആയിന്നാ? ദേ, ഈ ഭക്ഷണം കഴിഞ്ഞിട്ടാവാം ഏട്ടൻ്റെയും അനിയത്തിയുടെയും സംസാരം. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ ഭക്ഷണം സൈഡ് ടേബിളിലേക്ക് വെച്ചു. അച്ഛൻ കൊടുക്കുമോ? അല്ലെങ്കിൽ ഞാൻ കൊടുക്കണോ? മഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് നന്ദിനിയുടെ വാ തുടച്ചു കൊടുക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. എനിക്ക് എൻ്റെ കുറുമ്പി തന്നാൽ മതി. അവളുടെ കൈകൾ പിടിച്ചു മെല്ലെ അവിടെ മുത്തി നന്ദിനി. എന്നാൽ ഞാൻ തരാട്ടോ. എന്താ മാധവ, പുറത്തൊന്നും പണിയില്ലേ? പോകാൻ നോക്ക്. നന്ദിനിയോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനെ കൂർപ്പിച്ചു നോക്കി അവൾ. ഡി ഡി, അച്ഛനെ പേര് വിളിക്കുന്നോ? പൂജയുടെ ചെവിയിൽ പിടിക്കാൻ മാധവൻ പോയതും പൂജ പോയി നന്ദിനിയെ പറ്റിച്ചേർന്നു. എൻ്റെ കയ്യിൽ നിന്നെ കിട്ടും, അപ്പോൾ തരാട്ടോ. കുറുമ്പോടെ മാധവനും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പോയി. അദ്ദേഹത്തിന് അറിയാം പൂജ ഇങ്ങനെ സംസാരിക്കുന്നത് നന്ദിനിയെ സന്തോഷിപ്പിക്കാനാണെന്ന്. അതിൻ്റെ ഒപ്പം താനും കൂടിയാൽ തൻ്റെ പെങ്ങൾക്ക് അത്രയും സന്തോഷമാകുമല്ലോ. മകനെ ഓർത്തുള്ള വേവലാതി അവൾക്ക് നന്നേയുണ്ട്. അത് ചിലപ്പോൾ അവളുടെ ആരോഗ്യത്തെ പോലും ബാധിക്കും. പൂജ എന്തുകൊണ്ടും നന്ദിനിയുടെ അടുത്ത് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണെന്ന് അദ്ദേഹം ഓർത്തു. ഹർഷേട്ടൻ വിളിച്ചിരുന്നോ? ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ പൂജ ചോദിച്ചു. ഇല്ല, എന്താണെന്ന് അറിയില്ല. 2 ദിവസമായി അവൻ വിളിക്കാതെ. മാധവേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത്രയും നേരം ഉണ്ടായിരുന്ന മുഖത്തെ ഉന്മേഷം ഹർഷന്റെ പേര് കേട്ടതും ആ അമ്മയിൽ സങ്കടമുളവായി. അത് മനസ്സിലാക്കിയ പൂജ പിന്നെ ഒന്നും ഹർഷനെക്കുറിച്ച് ചോദിച്ചില്ല. അല്ലെങ്കിലും ഹർഷേട്ടൻ അങ്ങനെ തന്നെയാണ് എന്ന് അവൾക്കറിയാം. താൻ എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ പോലും കടിച്ചു കീറാൻ വരും. കല്യാണക്കാര്യം പറഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട. കൊടുങ്ങല്ലൂർ ഭരണി തോറ്റുപോകും. അന്ന് ആക്സിഡന്റിനു ശേഷമാണ് ഹർഷേട്ടൻ ഇങ്ങനെ മാറിയതെന്ന് അവൾ ഓർത്തു.